ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇത് NDA ലക്ഷ്യം വെക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ അവസരം ഒത്തുവരുന്നില്ല. ഇപ്പോൾ കുറുക്കുവഴിയിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് NDA ഉള്ളത്. അതായത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോക്സഭയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ലക്ഷ്യം. അതിന് പാർലമെൻറ്റിൽ ബില്ല് പാസ്സാകേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു ബില്ല് പാസ്സാകാനുള്ള നമ്പർ NDA സഖ്യത്തിനില്ല എന്നുള്ളതാണ് അവർക്കുള്ള തടസ്സം. അതിന് പകരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2029 BJP അല്ലെങ്കിൽ NDA അധികാരത്തിലുള്ള എല്ലാ നിയമസഭകളും പിരിച്ചുവിടുകയും അങ്ങനെ അവിടെ എല്ലായിടത്തും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BJP ഇതര സംസ്ഥാനങ്ങളിലും ഇതേ രീതി അവലംബിക്കുക എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ഈ ചിന്തകൾ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒന്ന് മരവിപ്പിച്ചു എങ്കിൽ തന്നെയും ഇപ്പോൾ വീണ്ടും സജീവമായി അത് ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രമോദ് സാർ, ഇത് BJPയുടെ പരമമായ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കുകയാണോ? അങ്ങനെ പറയാനേ കഴിയില്ല നൗഫൽ. കാരണം ഇപ്പോൾ 22 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നു. 22 സംസ്ഥാനങ്ങൾ അവർ ഇപ്പോൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളാണ്, BJPയും NDA എന്ന നിലയിൽ. അതിൽ ഏതാണ്ട് 11 സംസ്ഥാനങ്ങളിൽ ഈ വരാൻ പോകുന്ന 2 വർഷങ്ങളിലായിട്ട് 2027-28 വർഷങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഈ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വീണ്ടും അവർക്ക് അനുകൂലമായി വരണം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. അത് അനുകൂലമായി വന്ന് അവർ തന്നെ അവിടെ ഭരണത്തിൽ തുടരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് മന്ത്രിസഭ ശുപാർശ പ്രകാരം ഗവർണർക്ക് ഇത് പിരിച്ചുവിടാൻ, നിയമസഭ ഡിസോൾവ് ചെയ്യാൻ ആവശ്യപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള മറ്റു പാർട്ടികൾ, കോൺഗ്രസിൻ്റെയൊക്കെ അധികാരത്തിന് വേണ്ടിയാണ്. പിന്നെ അത് ആ പദ്ധതി തന്നെ അവിടെ പാളുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, അതുപോലെ തന്നെ മണിപ്പൂരും ഗോവയുമാണ്. 2027 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങൾ. ഈ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന് അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം, അവർക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാകണം. എന്നാലേ അവർക്ക് 2 വർഷം കഴിയുമ്പോൾ അത് പിരിച്ചുവിടാൻ കഴിയുള്ളൂ. ഈ 2028 തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളും വളരെ കോൺഗ്രസ്സിന് നല്ല സാമാന്യം പൊരുതാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. മധ്യപ്രദേശുണ്ട്, രാജസ്ഥാനുണ്ട്, ഛത്തീസ്ഗഡുണ്ട്, അതുപോലെ 5 സംസ്ഥാനങ്ങൾ, അതും 6 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണ് 11 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ആ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി ഫലം വരണം. ഒന്നാമത്തായിട്ട് ഇപ്പോഴത്തെ രാജ്യത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJPക്കെതിരായി വളർന്നു വന്നിട്ടുള്ള പുതിയ തലമുറയുടെ പ്രതിഷേധം, അതുപോലെ തന്നെ രാജ്യവ്യാപകമായി അതിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അവർക്ക് അനുകൂലമായി വരും എന്ന് എന്തായാലും കരുതുക വയ്യ. അത് വന്നാൽ മാത്രമേ ഉള്ളൂ, വന്നില്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യം അവിടെയൊക്കെയാണ്. ഇതോടൊപ്പമാണ് യഥാർത്ഥത്തിൽ അവർക്ക് 2029 അല്ലെങ്കിൽ തന്നെ അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശുണ്ട്, 4 സംസ്ഥാനങ്ങൾ അങ്ങനെയുണ്ട് അല്ലേ? ഒഡീഷ 4 സംസ്ഥാനങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഒരർത്ഥത്തിൽ അവരുടെ ഏറ്റവും നിർണായകമായൊരു ആവശ്യമാണ് ഇത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ നിലവിലുള്ള ഭരണത്തിലുള്ള ഈ 11 കൂടാതെയുള്ള 11 കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. ഈ 22 സംസ്ഥാനങ്ങളിലും ഒന്നുകിൽ തോൽക്കാനുള്ള സാധ്യത വരെയുണ്ട്, അല്ലെങ്കിൽ അതിൽ പകുതിയെങ്കിലും ചിലപ്പോൾ അവരെ കൈവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നമ്മൾ ഓർക്കണം, ഇപ്പോൾ തന്നെ വളർന്നു വന്നിട്ടുള്ള BJP വിരുദ്ധ വികാരം രാജ്യത്ത്, മോദിയുടെ പ്രതിച്ഛായ താഴെ പോയി, അത് തകർന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒന്നും തന്നെ നല്ലത് പറയാനില്ല, അല്ലെങ്കിൽ അവരുടെ പല പ്രതീക്ഷകളെയും അട്ടിമറിക്കുന്ന തരത്തിലുള്ള. അപ്പോൾ ഈ വളർന്നു വരുന്ന വികാരം 2029 ആകുമ്പോഴേക്ക് പൂർണ്ണമായും അടിച്ചമർത്തുകയും അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയും പുതിയ തലമുറയുൾപ്പെടെ അവരുടെ
കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളർന്നു വരണം. അതിനുള്ള സാധ്യതയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ 22 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തുക, അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെ ഈ 22 സംസ്ഥാനങ്ങളിലും ലോക്സഭയിലും അവർക്ക് ഭൂരിപക്ഷം കിട്ടുക. അത് എന്താ പറയുക, അവർക്ക് 2034 ആകുമ്പോഴേക്കും ആ ബില്ല് പാസ്സാക്കി എടുക്കാനുള്ള ഒരു ഭൂരിപക്ഷമായി മാറുക. ആ ബില്ലിനോടൊപ്പം 10-12 ഭരണഘടനാ ഭേദഗതി വേണമെന്നാണ്, അത് മുഴുവൻ നടപ്പാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ അവസ്ഥയിൽ ചിന്തിച്ചാൽ അത്ര എളുപ്പമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരങ്ങനെ തുനിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുക ഇപ്പോൾ. കാരണം അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അത് മനസ്സിലാക്കാനും നമ്മുടെ രാജ്യത്തെ ഇനി അതുകൂടാതെ ഇനിയിപ്പോൾ ബാക്കി വരുന്ന 7 സംസ്ഥാനങ്ങൾ വരും. 7 സംസ്ഥാനങ്ങളല്ല, ഇതിപ്പോൾ യൂണിയൻ ടെറിട്ടറി കൂടി ഉൾപ്പെടെയാണ് 22 വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 36 നോക്കുകയാണെങ്കിൽ വീണ്ടും 14 വരെ വരാം. അതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള UDF ഗവൺമെൻറ്റിനെയൊക്കെ അവരെന്ത് ചെയ്യാൻ പോകുന്നു? അവരെന്തെങ്കിലും കാരണം ഉണ്ടാക്കി പിരിച്ചുവിട്ടിട്ട് അവർ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥാനത്തിൽ 29 എന്തായാലും നടക്കില്ല. ഞാൻ പറഞ്ഞത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഘട്ടത്തിൽ അതും കൂടി അവർ ശ്രമിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചോദ്യം. എനിവേ, ഈ പറയുന്ന ഇപ്പോഴുള്ള അവരുടെ മുന്നിലുള്ള പദ്ധതി അത് ശരിയാണെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അത് ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം പോലും അതൊരു മണ്ടത്തരമായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം അതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മറിച്ച് കാണുന്നതിലുപരി നമ്മൾ പേടിപ്പിക്കുന്ന ഒരു സംഗതി ആണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സാധ്യതയെക്കുറിച്ച് കൂടിയാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും 22 സംസ്ഥാനങ്ങളിലും ലോക്സഭയിലും BJP തിരിച്ച്, അല്ലെങ്കിൽ BJP സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള NDA സർക്കാരുകൾ വരാനുള്ള ഒരു സാധ്യത രാജ്യത്ത് ഇന്നില്ല. ജെയിംസ്, അത്രത്തോളം നമ്മൾ നിഷ്കളങ്കമായി ചിന്തിക്കേണ്ടതുണ്ടോ? കാരണം കൂർമ്മ ബുദ്ധിയുടെ കാര്യത്തിൽ RSSനെ വെല്ലാനൊന്നും ഇന്ത്യയിൽ ആരും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലും ലോക്സഭയിലൊക്കെ ഇനിയും ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടാവില്ലേ? ഈ കൂർമ്മ ബുദ്ധി എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഒരാൾ നമ്മളോട് വളരെ റൂത്ത്ലെസ്സായിട്ട് പെരുമാറുകയാണ്. ആ പെരുമാറ്റത്തെ നമുക്ക് പല രീതിയിലേക്ക് കാണാം. അയാൾ റൂത്ത്ലെസ്സായി പെരുമാറുന്നു, ഭയങ്കര അടവ് നയം ഉപയോഗിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുന്നു. അത് അയാളുടെ കഴിവായിട്ട് കാണുമോ, അത് അയാളുടെ ധാർമ്മികതയില്ലായ്മയായിട്ട് കാണുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരാൾ അധാർമികമായി പെരുമാറാൻ തീരുമാനിച്ച് അങ്ങനെ പെരുമാറുന്ന ഒരാൾ അയാൾ എന്തും ചെയ്യും, എന്ത് വേണമെങ്കിലും അയാൾക്ക് ചെയ്യാം. അപ്പോൾ അതിനെയൊക്കെ അയാളുടെ കഴിവായിട്ടാണോ ശക്തിയായിട്ടാണോ നമ്മൾ കാണേണ്ടത്, അതല്ല അയാളുടെ അധാർമികതയായിട്ടാണെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഈ വൺ നാഷൻ വൺ എലക്ഷൻ എന്നുള്ളത് BJPയെയും RSSനെയും സംബന്ധിച്ച് അവരുടെ ഒരു ദീർഘകാല പദ്ധതിയാണ്, പുതിയ പദ്ധതിയൊന്നുമല്ല. കാരണം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ രാജ്യത്ത് പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് മാറ്റണം, അമേരിക്കയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ മാറ്റണമെന്ന് അതിനുള്ള സാധ്യത പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചിരുന്നു വാജ്പേയി. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ അത് നടപ്പാക്കിയില്ല. കാരണം അന്ന് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല BJPക്ക്. BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ മോദിയെ പോലെ ആയിരുന്നില്ല, കുറേ കൂടി ഡെമോക്രാറ്റ് ആയിരുന്നു വാജ്പേയി എന്നും പറയാം. ഫെഡറലിസത്തിൽ ഒരു കടന്നാക്രമണം നടത്താനുള്ള ഒരു ശക്തി അന്ന് വാജ്പേയിക്കോ BJPക്കോ NDAക്കോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാനാണ്, രാജ്യത്തെ ഒരു ഒറ്റ രാജ്യമാക്കി മാറ്റുക. നാട്ടുരാജ്യം പോലുള്ള സംസ്ഥാനങ്ങളെ ഭയങ്കര നോയിസസ് ആണ്, അതൊന്നും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നടത്തുക, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതങ്ങനെ ആവരുത് എന്ന് RSSൻ്റെ ഒരു നിലപാടാണ്. അതിലേക്കുള്ളൊരു പടിയാണ് ഈ വൺ നാഷൻ വൺ എലക്ഷൻ എന്നുള്ളത്. ഇപ്പോൾ അത് പൊടി തട്ടിയെടുക്കാനുള്ള കാരണം അത് ഇപ്പോൾ അതൊരു ബില്ലായിട്ട് വരുന്നു, അതവരൊരു ദീർഘകാല പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളത് കേൾക്കുന്നത്, കാരണം പാർലമെൻറ്റ് വർഷകാല സമ്മേളനം റദ്ദാക്കിയതായിട്ടുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല എന്ന് നമ്മൾ വാർത്ത കണ്ടു. അപ്പോൾ അതിങ്ങനെ നീട്ടി വയ്ക്കുക, എന്നിട്ട് ആ സമയത്ത് വൺ നാഷൻ വൺ എലക്ഷൻ കൊണ്ടുവരണമോ അല്ല ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരണമോ എന്നുള്ള ചർച്ച ഇങ്ങനെ എയറിൽ നിർത്തുക. ഇത് ഭയങ്കര ബുദ്ധിയാണെന്ന് നൗഫലിന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ബുദ്ധിയല്ല യഥാർത്ഥത്തിൽ, അത് അവർ ഭയപ്പെടുന്നതുകൊണ്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 406 സീറ്റ് കിട്ടുമെന്ന് ആത്മവിശ്വാസത്തോടെ മത്സരിച്ച് ജനം എന്ത് ചെയ്തു? അത്രയൊന്നും തരില്ല എന്ന് തീരുമാനിച്ച് അവരെ മൂലക്കിരുത്തുകയാണ് ചെയ്തത്. നിങ്ങളങ്ങനെ അബ്സല്യൂട്ട് മെജോറിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ജനം തീരുമാനിച്ച് കൊടുത്തു. ഓക്കെ, തൊട്ടുടനെ നമ്മൾ നടക്കുന്ന വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ അവർ തൂത്തുമായിരുന്നു. 2024 ജനം പാഠം പഠിപ്പിച്ച അതേ പാർട്ടി വെസ്റ്റ് ബംഗാൾ പിടിച്ചടക്കുന്നു, ഡൽഹി പിടിച്ചടക്കുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളും BJPയുടെ കയ്യിലാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയാം. SIR അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നറിയാം. അപ്പോൾ SIR എന്നൊരു പദ്ധതി അവരുടെ മുമ്പിലുണ്ട്. UP തെരഞ്ഞെടുപ്പ്, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ SIR പ്രോസസ് നടക്കുന്നു, UPയിൽ പൂർത്തിയായി കഴിഞ്ഞു. UPയിൽ 6 കോടിയോളം മനുഷ്യരാണ് വോട്ടില്ലാണ്ടായി മാറിയിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിൽ എന്ത് റിസൾട്ട് വരും
ജനങ്ങളുടെ മൂഡ് എന്താണെന്നുള്ളത് BJPക്കും കേന്ദ്ര സർക്കാരിന് നന്നായിട്ട് അറിയാം. എന്താണ് ജനങ്ങളുടെ മൂഡ്? അത് ബങ്കിപ്പൂർ ഇലക്ഷനിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ സർക്കാരിനെ എങ്ങനെ കാണുന്നു, BJPയോടുള്ള ജനങ്ങളുടെ സമീപനം എന്താണെന്ന് അറിയാം. തങ്ങളുടെ തന്നെ വോട്ട് ബാങ്ക് തെരുവിലിറങ്ങി തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു. ഇതൊരു സീരിയസ് സിറ്റുവേഷനാണ് RSSനെയും BJPയെയും സംബന്ധിച്ച്. ചെറിയ സിറ്റുവേഷനല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കണം? ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒപ്റ്റിക്സ്, നറേറ്റീവ് ബിൽഡിംഗ്, അതായത് ഒരു പെർസെപ്ഷൻ ഉണ്ടാകും വോട്ടർമാർക്കിടയിൽ, കൊള്ളാം. അപ്പോൾ അങ്ങനെയാണല്ലോ മോദി വന്നത്. 56 ഇഞ്ചുള്ള ആൾ, ഭയങ്കര ശക്തനായ നേതാവ്. ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പല വിധത്തിലുള്ള പ്രൊപ്പഗൻഡ, പല വിധത്തിലുള്ള ക്യാമ്പയിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിനൊന്നും വില പോകുന്നില്ല. മോദി അടിപൊളിയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ ആൾ ചിരിക്കുന്നു. ഇപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മോദി കരുത്തനായ ഒരു ലീഡറാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചിരിക്കുന്നു. ഇതാണ് RSSും BJPയും നേരിടുന്ന പ്രശ്നം. ഇത് ഒട്ടും ഡെലിവറി ചെയ്യാത്ത, ഒട്ടും കോമ്പിറ്റൻ്റ് അല്ലാത്ത ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ്. ഇവരെ നമ്പാൻ കൊള്ളില്ല എന്ന് സാധാരണ വോട്ടർമാർക്ക് ഉൾപ്പെടെ മനസ്സിലായി കഴിഞ്ഞു. എത്രത്തോളം സാധാരണ വോട്ടർമാരെ, കോർ സംഘപരിവാർ ആളുകൾക്ക് പോലും ഇവന്മാർ ശരിയല്ല എന്ന ഫീൽ ഉണ്ടാക്കാൻ അയോധ്യയിലെ ക്ഷേത്രമുള്ള കാരണമായി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വിശ്വാസം ഇന്ത്യക്കാർക്കിടയിൽ ഈ പാർട്ടിക്കും ഈ സർക്കാരിന് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഈ വിവരം അമിത്ഷായ്ക്ക് അറിയാം, മോദിക്ക് അറിയാം, RSSന് വളരെ നന്നായിട്ട് അറിയാം. RSS കഴിഞ്ഞ ദിവസം വിശാഖപട്ടണത്ത് ഒരു 3 ദിവസത്തെ അവരൊരു ബൈഠക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടത് ഒരു പ്രശ്നമല്ല, അതൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഫെയിലറാണ് എന്ന് RSS പച്ചയ്ക്ക് BJPയോട് പറയണം, സർക്കാരിനോട്. നിങ്ങളുടെ സിസ്റ്റം ഫെയിലറാണ്, അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് നിങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടത്. നീറ്റ് പരീക്ഷാ ചോർച്ചയല്ല പ്രശ്നം, അത് ഈ സിസ്റ്റം ഫെയിലറിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതിലും പച്ചയ്ക്ക് ഒപ്പോസിഷൻ പോലും പറയുന്നില്ല, പ്രതിപക്ഷം പോലും ഇത്ര രൂക്ഷമായ ഭാഷയിൽ പറയുന്നത്. RSS BJPയോട് പറയണം, ഇത് പ്രശ്നമാണ്, ഇത് പരിഹരിക്കണം. ഇപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഈ പ്രശ്നം ഇപ്പോൾ എന്താണ്? ഒന്ന്, മോദി, അമിത്ഷാ പോലുള്ള വലിയ നേതാക്കളെ, ആളുകൾ ഭയപ്പെട്ടിരുന്ന നേതാക്കളെ ഇപ്പോൾ ആളുകൾ ഭയക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രശ്നം. മോദിയെ ഭയപ്പെട്ടിരുന്നു ആളുകൾ, മോദിയെയും അമിത്ഷായും കാണുമ്പോൾ ആളുകൾ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവരെ ഭയക്കുകയല്ല, മറിച്ച് തെറി വിളിക്കുകയാണ്. അതാണല്ലോ മോദിജി വീഡിയോയിൽ വന്ന് പറഞ്ഞത്. കൾച്ചറൽ ഷോക്കായിപ്പോയി പെൺകുട്ടികൾ എന്നെ തെറി വിളിച്ചതെന്ന് പറയുന്നത്. കാരണം മോദി, അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ ആൾ ഭയപ്പെട്ടിരുന്ന കാലത്ത് നിന്ന് ആൾ തള്ളക്കി വിളിക്കുകയാണ്, പച്ചക്കിറങ്ങി തെരുവിലിറങ്ങി തള്ളക്കി തെറി വിളിക്കുകയാണ്. ഇത് ചെറിയ ഷോക്കല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഭരണകൂടത്തോടുള്ള ഭയം ആളുകളുടേത് മാറിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇത് കേവലം കോമഡി പീസുകളായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മാതിരി ട്രോളുകളാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കണം? ഇതിനെ മറികടക്കണമെങ്കിൽ അതിശക്തമായ പ്രചാരണത്തിലൂടെ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ കഴിയണം. ഞങ്ങൾ ഭയങ്കര അടിപൊളിയാണ് എന്ന് സ്ഥാപിക്കാൻ അത് സാധിക്കും. ഇനി എങ്ങനെ സാധിക്കും? അപ്പോഴാണ് നമ്മൾ BJP IT സെല്ലിലെ അഴിച്ചുപണി നമ്മൾ കാണേണ്ടത്. BJP IT സെല്ലിൽ ഇതുവരെ കഴിഞ്ഞ 11 വർഷമായി തുടർച്ചയായി പ്രവർത്തിച്ചിരുന്ന അമിത് മാളവിയെ എടുത്ത് മാറ്റി പുതിയ ആളെ കൊണ്ടുവരുന്ന അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യും? പോയൊരു ഇമേജ് എങ്ങനെ ബിൽഡ് ചെയ്യും? ഇതൊരു വലിയ ചലഞ്ചാണ് അവരെ സംബന്ധിച്ച്. മറ്റൊന്ന് എന്താണ് ഈ ഭയം. ആളുകൾ ഭയം മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളെക്കുറിച്ചുള്ള പേടി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പേടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതുവരെ പേടിപ്പിച്ചതല്ലാണ്ട് ഇനി പുതിയ എന്തെങ്കിലും ഇടപെടുക്കണോ? അപ്പോൾ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു മാർഗ്ഗം പ്രതിപക്ഷത്തെ കൺഫ്യൂസ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഈ രാഷ്ട്രീയ കാലാവസ്ഥ പ്രതിപക്ഷം നന്നായിട്ട് മുതലെടുക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, കോൺഗ്രസിൻ്റെ പരിപാടികൾ കാണുന്നുണ്ട്. പ്രതിപക്ഷം വളരെ നന്നായിട്ട് മുതലെടുക്കുന്നു. പ്രതിപക്ഷമാണ് നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. ഇതുവരെ ഭരണകൂടമാണ് നറേറ്റീവ് ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നറേറ്റീവ് ഉണ്ടാകുന്നത് ഭരണപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ കൺഫ്യൂസ് ആക്കുക, അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ശ്രദ്ധ പ്രധാനമായും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി ഭരണകൂടം എന്ത് ചെയ്യുന്നു, ഇവരെന്തോ ചെയ്യാൻ പോവുകയാണ്, ഈ വർഷകാല സമ്മേളനം നീട്ടിവെക്കുന്നു, പുതിയ ബില്ലുകൾ കൊണ്ടുവരുന്നു, ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ കക്ഷികളെ ചാടിച്ചുകൊണ്ട് അവർ ബില്ല് പാസ്സാക്കാൻ ശ്രമിക്കുകയാണോ? അപ്പോൾ ഇവരുടെ ശ്രദ്ധ എന്ത് ചെയ്യണം? ജനങ്ങളിൽ നിന്ന് മാറ്റി ഭരണകൂടത്തിലേക്ക് ആക്കണം. ഇവരെന്തോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവരെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതല്ലാതെ സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞതുപോലെ ഇത് നടപ്പാക്കുക എന്നുള്ള വളരെ അസാധ്യമായ കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ UPയിൽ അടുത്ത തവണ BJP ജയിക്കുകയാണെന്ന് കരുതുക. BJP ജയിച്ചു കഴിഞ്ഞിട്ട് 2029 ആ സർക്കാരിനോട് രാജിവെക്കാൻ പറഞ്ഞ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പറഞ്ഞാൽ BJPയിൽ തന്നെ പൊട്ടിത്തരുണ്ടാവില്ല. ഇനി ഈ വൺ നാഷണൽ സിങ്ക്രണൈസ്ഡ് ഇലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശാസ്ത്രീയമായി എന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെയാണ് ശരിയാവുക? ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല, അവർ സഖ്യ കക്ഷികളുമായി ചേർന്ന് ഭരണം നടത്തണം. അപ്പോൾ ബീഹാറിലൊക്കെ ഉള്ളതുപോലെ ആ കക്ഷി അങ്ങ് പിന്മാറി, ആ സർക്കാർ താഴെ പോയി, പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വരും. അതുവരെ ഇത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് പോകും. അപ്പോൾ എത്ര സംസ്ഥാനങ്ങളാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് വർഷങ്ങളോളം പോകേണ്ടി വരും? അത് എത്രത്തോളം സാധ്യമാവും? അത് ആ സംസ്ഥാനത്തുണ്ടാക്കുന്ന രാഷ്ട്രീയ കാലുഷ്യങ്ങൾ എത്രയായിരിക്കും? ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിന് കീഴിൽ 1, 2, 3 വർഷം ഒരു സ്റ്റേറ്റ് നിന്ന് കഴിഞ്ഞാൽ, എന്നാലാണല്ലോ അടുത്ത അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താൻ കഴിയുക. 3 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ ഒക്കെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് കീഴിലാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്കിടയാക്കും. ഇന്ത്യ പോലെ ഈ ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത്
ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു പദ്ധതിയാണ് ഇവർ കൊണ്ടുവരുന്നത്. അത് അവർക്കും നന്നായിട്ട് അറിയാം. അതല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം, അവരുടെ ആഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, വൺ നാഷൻ വൺ ഇലക്ഷൻ അല്ല അവരുടെ അൾട്ടിമേറ്റ് പ്ലാൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ്. മോദി എന്ന ഒരു ഭരണാധികാരി പ്രസിഡന്റ്, പാർലമെൻറ്റോട് യാതൊരു തരത്തിലും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ എന്തൊക്കെയോ നടപ്പാക്കുന്നു. പാർലമെൻറ്റൊക്കെ ഉണ്ടാവും, പാർലമെൻറ്റ് സമ്മേളിക്കും, ചർച്ചകൾ നടത്തും, പക്ഷേ പ്രസിഡന്റ് അക്കൗണ്ടബിൾ ആയിരിക്കില്ല ആരോട്, പാർലമെൻറ്റ്. ആ ഒരു ഭരണ സംവിധാനമാണ് RSS ലക്ഷ്യം വയ്ക്കുന്നത്. അതിലേക്കുള്ള പടിയാണ് ഈ വൺ നാഷൻ വൺ ഇലക്ഷനൊക്കെ. പക്ഷേ വൺ നാഷൻ വൺ ഇലക്ഷൻ തന്നെ ഇന്ത്യയിൽ പ്രായോഗികമാവും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. ഇതിനെ നമ്മൾ ചാണക്യ ബുദ്ധിയൊന്നും വിളിക്കരുത്, പരിഭ്രാന്തരായ ഒരു കൂട്ടം ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ.